ഗെയ്സ്, ഇത് മുണ്ടിയരിമ എന്ന് പറയുന്ന സ്ഥലമാണ് കേട്ടോ. മുണ്ടിയരിമ. ഇത് മുണ്ടിയരിമ എന്ന് പറയുന്ന സ്ഥലത്താണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് കേട്ടോ. നമ്മളിവിടുന്ന് നേരെ പോകുന്നത് ചതുരംഗപ്പാറ വ്യൂ പോയിൻ്റ് കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഒരുപാട് നാളുകളായിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ആഗ്രഹമുണ്ട് ഈ ചതുരംഗപ്പാറ ഒന്ന് കാണണം, ചതുരംഗപ്പാറ ഒന്ന് കാണണമെന്നുള്ള ഒരു ആഗ്രഹം ഉള്ളിൽ കിടക്കാൻ തുടങ്ങിയിട്ട് കുറേ നാളുകളായി. പക്ഷേ ആ ഒരൊറ്റ വ്യൂ പോയിൻറ്റിന് വേണ്ടി തന്നെ നമ്മൾ അങ്ങൂന്ന് ഇവിടം വരെ വരിക എന്ന് പറയുന്നത് തന്നെ വലിയൊരു ടാസ്ക് പിടിച്ചൊരു പരിപാടിയാണ് കേട്ടോ. അല്ലെങ്കിൽ പിന്നെ മൂന്നാറിനൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ചതുരംഗപ്പാറ കയറിയിട്ട് മൂന്നാറിന് പോകാം. അല്ലെങ്കിൽ മൂന്നാറിന് പോയിട്ട് തിരിച്ചു വരുന്ന വഴിക്കാണെങ്കിൽ നമുക്ക് ചതുരംഗപ്പാറ കയറി തിരിച്ചു വരാമേ. അപ്പോൾ ഇത് രണ്ടും മൂന്നാറിന് പോകുന്നില്ലാത്തത് കാരണം ഈ പോക്ക് വലിയൊരു നഷ്ടപ്പോക്കാണ്. അതുകൊണ്ട് ഞാനതുകൊണ്ടാണ് 2-3 ലൊക്കേഷൻ പിടിച്ചിട്ട് തന്നെ ഈ ഒരു ഏരിയയിലോട്ട് ഇറങ്ങിയത് കേട്ടോ. നമ്മളിപ്പോൾ ചെല്ലുന്ന സമയത്തുള്ള ക്ലൈമറ്റ് എങ്ങനെയാണെന്നുള്ളത് അറിയത്തില്ല. ഇപ്പോൾ നല്ല വെയിൽ നല്ല രീതിയിൽ അടിക്കുന്നുണ്ട്. അപ്പോൾ നല്ല നട്ടുച്ച സമയമാണ്. അപ്പോൾ എങ്ങനെയാണ് അവിടുത്തെ കാര്യമെന്ന് എനിക്ക് അറിയത്തില്ല. അങ്ങോട്ട് ചെല്ലുമ്പോഴേ അറിയത്തുള്ളൂ. നമ്മൾ ചെല്ലുന്ന സമയത്ത് ചെറുതായിട്ടൊന്ന് വെയിലൊക്കെ ഒന്ന് പോയി ഒന്ന് ചെറിയൊരു മൂടൽമഞ്ഞൊക്കെ വന്നിരുന്നെങ്കിൽ നൈസായിരുന്നു. അവിടെ നല്ല കാറ്റ് വീശുന്ന സ്ഥലമാണ് കേട്ടോ. അതുകൊണ്ട് പിന്നെ ചൂടുണ്ടെങ്കിലും പ്രശ്നമില്ല, നല്ല കാറ്റ് കാണും. ഇവിടെ ഇതിനെ കൂടെ വരുമ്പോൾ നല്ല ഒരു ഏലത്തിൻ്റെ മണമാണ്, ഏലക്കയുടെ മണം, നല്ല മണമുണ്ട്. ഇവിടെയൊക്കെ മുഴുവൻ ഏലകൃഷികളാണ്, അതുകൊണ്ടായിരിക്കണം. അതുകൊണ്ട് ഈ സൈഡ് ഈ ചെമ്പരത്തിയുടെ ആ മതിൽ കണ്ടോ, ചെമ്പരത്തി കൊണ്ടുള്ള മതിൽ കണ്ടോ, അതിനപ്പുറം മുഴുവനും ഏലമാണ് കേട്ടോ. അതുകൊണ്ടൊക്കെ ആയിരിക്കണം ഏലത്തിൻ്റെ മണം, നല്ല ഏലത്തിൻ്റെ മണമുണ്ട്. ചില സ്ഥലത്തൊക്കെ വരുമ്പോൾ നല്ല രീതിയിൽ അതടിക്കും. നമ്മളെ ഇടതുവശത്ത് കൂടി ഒരു തോടൊഴുകി വരുന്നുണ്ട് കേട്ടോ. പക്ഷേ അതിനകത്ത് വെള്ളമൊന്നുമില്ലേ. നല്ല രസമുള്ളൊരു പാലമൊക്കെ ഉണ്ട്. ഇതുണ്ട്, ഇവിടെ ആരും ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. കണ്ടോ, ഇതുണ്ടോ. പക്ഷെ വെള്ളമൊന്നുമില്ല, വെള്ളമൊക്കെ കുറവാണ്. പക്ഷെ വെള്ളമുള്ള സമയത്താണ് അടിപൊളി വൈബായിരിക്കും കേട്ടോ. ഒരുപാട് വെള്ളം ആവുകയും ചെയ്യരുത്. ഇങ്ങനെ ഒരു മീഡിയം ലെവലിൽ നല്ല തെളിഞ്ഞ വെള്ളം ഒഴുകുന്ന സമയത്താണെങ്കിൽ അടിപൊളിയാകുമ്പോൾ. നല്ല കരിഞ്ഞ വെയിലുണ്ട് കേട്ടോ. വെയിലൊരു രക്ഷയില്ലാത്ത വെയിലാണ് ഗീസ്. ഞാനിവിടെ ഇതുവരെ ചതുരംഗപ്പാറയ്ക്ക് പോയിട്ടില്ല. ഞാൻ ഗൂഗിൾ മാപ്പ് നോക്കി പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഈ വഴി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വലിയ തിരക്കൊന്നും ഇല്ലാത്ത വഴികളാണ് കേട്ടോ. ഒരു മനുഷ്യന്മാരെ പോലും നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയത്തില്ല. എന്നാൽ ആളുകളൊക്കെ ഉണ്ട്, പക്ഷേ അവരെ ആരും പുറത്ത് കാണാറില്ല. ഈ വഴിയൊന്നും അധികം ആൾക്കാരെ ഒന്നും നമുക്ക് കാണാൻ പറ്റത്തില്ല. ഞാൻ 1-2 തവണ ഇതിലെ പോവുകയൊക്കെ വരികയൊക്കെ ചെയ്ത സമയത്തൊന്നും മനുഷ്യന്മാരെ ഒന്നും നമുക്ക് ഈ വഴിക്ക് കാണാൻ പറ്റത്തില്ല കേട്ടോ. ഇവിടുന്ന് അങ്ങോട്ട് ചെല്ലുന്നിടത്താണ് ആ ലൊക്കേഷൻ ഉള്ളത്. ഞാൻ അവിടെ ചെല്ലുമ്പോൾ കാണിച്ചു തരാം. നല്ല രസമാണ്. അത് ഒരു ഹെയർ പിൻ ബെൻഡാണ്, അത് അടിപൊളിയാണ്. ഇവിടെ ഞാൻ ആ പറഞ്ഞ ലൊക്കേഷൻ ഉള്ളത് കേട്ടോ. ഇവിടെ നമ്മൾ കയറി ചെല്ലുന്നിടത്ത് അടിപൊളി ഒരു ലൊക്കേഷനാണേ. നല്ല റോഡ്, ഇങ്ങനെ ഇടലൻ റോഡാണ്. ഇതുണ്ടോ, ഇവിടെ നോക്കി. നല്ല രസമില്ല കാണാൻ. ആരുമില്ല കേസ് ഈ റോഡിലൊന്നും. വണ്ടി ഓടിക്കുന്ന എനിക്ക് ഞാൻ അണയ്ക്കുന്നു. അതെന്തിനാണ് ഞാൻ അണയ്ക്കുന്നത്? ഇതുണ്ട് റോഡ് കണ്ടോ, അടിപൊളി റോഡല്ലേ. നമുക്ക് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ അങ്ങ് താഴെ തമിഴ്നാട് കാണാം കേട്ടോ. ഈ വളവിൻ്റെ അവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് തമിഴ്നാട് കാണാൻ പറ്റും. ഞങ്ങളന്ന് ഇവിടെ ഷൂട്ട് വന്നത്, അന്ന് രാത്രി ഞങ്ങൾക്ക് ഇവിടെ ആയിരുന്നു ഷൂട്ട്. ഈ വളവിലായിരുന്നു ഷൂട്ട് കേട്ടോ. ഇത് കണ്ടോ, അങ്ങോട്ട് നോക്കിയാൽ നിങ്ങൾക്ക് തമിഴ്നാട് കാണാം. അങ്ങോട്ട് നോക്കിയാൽ മതി, കാണാം. കണ്ടോ, അവിടെ കണ്ടോ, അതുണ്ടോ, അവിടെ തമിഴ്നാട് കാണാം. ഇത് കണ്ടോ, ഈ സ്ഥലം കണ്ടോ, കിടിലല്ലേ. നമ്മളിങ്ങനെ താഴെ കൂടെ കയറി വന്നു. താഴത്തെ വഴിയുണ്ടോ അവിടെ? കണ്ടോ, താഴെ വഴിയുണ്ടോ? നമ്മൾ അത് ആ കാണുന്ന ഭാഗം മുഴുവൻ തമിഴ്നാടാണ് കേട്ടോ. ഇവിടെ ഈ ഇത്ര കാട് നിൽക്കുന്നതുകൊണ്ടാണ് വ്യക്തമാകുന്നത്. അങ്ങ് അവിടെ കാണാം, പക്ഷെ അവിടെ മഞ്ഞിങ്ങനെ മൂടി നിൽക്കുന്ന കാരണം വ്യക്തമായിട്ട് കാണത്തില്ല. കണ്ണുകൊണ്ട് നോക്കിക്കഴിഞ്ഞാൽ കാണാം. ക്യാമറക്കകത്ത് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല.
അപ്പോൾ നമുക്ക് പോയാലോ? ഇതിൻ്റെ ഒരു സൈഡ് വശമായിട്ട് വരും ഈ നമ്മളിപ്പോൾ പോകുന്ന എന്നാ ചതുരംഗപ്പാറ എന്ന് പറഞ്ഞ സ്ഥലം ഇതിൻ്റെ ഏതോ ഒരു സൈഡ് വശമായിട്ട് വരും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സെയിം വ്യൂ ആണ്, താഴത്തെ തമിഴ്നാടിൻ്റെ ഒരു വ്യൂ ആണ് അവിടെ ചെന്നാലും കാണാൻ പറ്റുന്നത്. പക്ഷെ നല്ല രസമുള്ള സ്ഥലമാണ്, നല്ല കാറ്റും അതുപോലെ തന്നെ കാറ്റാടിപ്പാടത്തിൻ്റെ മറ്റേ ഈ മെഷീനൊക്കെ ഉണ്ട്, കാറ്റാടിപ്പാടത്തിൻ്റെ സംഭവമൊക്കെ ഉണ്ട് അവിടെ, കാറ്റാടികളൊക്കെ നിൽപ്പുണ്ട് അവിടെ, നല്ല കാറ്റുള്ള ഏരിയ. അപ്പോൾ നമുക്ക് അവിടെ ചെന്ന് കഴിഞ്ഞാൽ കുറച്ച് കാറ്റ് കൊണ്ടിട്ട് പോരാം. തമിഴ്നാടിൻ്റെ കുറച്ച് കാഴ്ചകൾ കണ്ട് പോരാം. ഇങ്ങോട്ടുള്ള വഴിയാണ്, ഇതിൻ്റെ വ്യൂ പോയിൻ്റൊക്കെയാണോ? നല്ല രസമുള്ള വഴി കേട്ടോ, നല്ല രസമുള്ള വഴിയാണേ. ഇതേപോലെ ഇങ്ങനെ വണ്ടി ഓടിക്കാൻ തന്നെ പ്രത്യേക ഒരു വൈബാണ്. നല്ല നമ്മുടെ അവിടെ നിന്ന് ഇങ്ങനത്തെ റോഡുകളുണ്ട്, പക്ഷേ ഈ ഒരു ഇതൊന്നും കിട്ടത്തില്ല, ഈ ഒരു പ്രകൃതി ഭംഗിയൊന്നും നമ്മളവിടെ ഇല്ല. ഇത് കണ്ടില്ലേ, മറ്റേ ചെമ്പരത്തി കൊണ്ടുള്ള മതിലുണ്ട് രണ്ട് സൈഡും, അതിനകത്ത് അപ്പുറത്തും ഇപ്പുറത്തും ഏലക്കാട് നല്ല ഭംഗിയില്ല കാണാനായിട്ട്. അവിടെ കിടക്കുന്നത് അത് ഏത് വണ്ടിയാണ്? അടിപൊളി സാധനമാണല്ലോ കിടക്കുന്നത്. ഇവിടുന്ന് റൈറ്റിലേക്കാണ് കേട്ടോ, ഇവിടുന്ന് വലതേ. വ്യൂ പോയിൻ്റ് അങ്ങോട്ടാണ് കേട്ടോ. നമുക്ക് അങ്ങോട്ട് പോയി നോക്കാവേ. ഇതുണ്ടോ കുന്നിൻ്റെ മുകളിലോട്ട് വഴി കിടക്കുന്നുണ്ടോ? നമുക്കതിൽ അങ്ങോട്ട് പോയി നോക്കാം. എനിക്ക് വഴിയൊന്നും അറിയത്തില്ല, നമുക്കതിലും പോകാം. വഴിപണി ചെയ്യണ്ടായിരുന്നു കേട്ടോ, ചുമ്മാ അല്ല, അതിലെ കൂടെ ഒക്കെ വഴി കാണിച്ചിട്ടിരുന്നു. കണ്ടോ വഴി കിടക്കുന്നുണ്ടോ? ഫോണൊന്ന് എടുത്ത് വെക്കട്ടെ. ഫോണിങ്ങനെ മടി വെച്ചാ മാപ്പ് നോക്കുന്നത്, കാരണം ഭയങ്കര പാടാ. അങ്ങോട്ട് നോക്കിയോ, വ്യൂ ഉണ്ടോ? ഇടയും വ്യൂ അല്ലേ? ഉരുണ്ട കല്ല, അത് കണ്ടില്ലേ? ജീപ്പ് വരുന്നുണ്ടോ? നമുക്ക് സ്വന്തമായിട്ട് ബൈക്കൊക്കെ കൊണ്ട് കയറ്റിക്കൊണ്ട് പോകാമെന്നുണ്ടെങ്കിൽ കയറി പോരാം കേട്ടോ. അല്ലെങ്കിൽ താഴെ നിന്ന് ജീപ്പ് കിട്ടും, ജീപ്പ് ഈ വഴിയെല്ലാം പോയി കിടക്കുമെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. നമുക്ക് മിക്കവാറും ടാസ്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്. ഈ പണ്ടാരക്കല്ലേ ഉരുളക്കാരിൽ ഭയങ്കര വള്ളിയായി, നല്ല ബായ്ക്ക് തെന്നിപ്പോ. അല്ലെങ്കിൽ പിന്നെ അഡ്വഞ്ചർ ബൈക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് നൈസായിട്ട് കയറി പോകാം കേട്ടോ, വിഷയമല്ല. പക്ഷേ ഇതിൻ്റെ സസ്പെൻഷനൊന്നും അതിന് പറ്റുന്നില്ല, ഇത് തെറിച്ച് പോകത്തേ ഉള്ളൂ. തിരിച്ചിറങ്ങി വരുമ്പോൾ കുറച്ച് ടാസ്ക് ആയിരിക്കും. എന്തായാലും നമുക്ക് കയറിപ്പോകാം. ഇവിടെ വരെ വന്നിട്ട് പിന്നെ ഇവിടെ കയറിയില്ല, പിന്നെ എടുക്കാനാണ് വന്നേ. കേട്ടോ വഴി കിടക്കുന്ന കിടപ്പുണ്ടോ? ഇതാണ് ചതുരംഗപ്പാറ കേട്ടോ. നോക്കി, അയ്യോ എന്നാ ഒരു വ്യൂ ആണെന്ന് നോക്കിയേ. അയ്യൻ്റെ മക്കളെ, ദേണ്ട ഞാൻ ആ തമിഴ്നാട്ടിലോട്ട് പോകുന്നു ഗൈസ്.
അങ്ങോട്ട് നോക്കിയേ, എൻ്റെ ഫോന്നെ, അതാണ് വ്യൂ കേട്ടോ. കാറ്റെന്ന് പറഞ്ഞ ഇജാതി കാറ്റ്, ഭീകര കാറ്റ്. അയ്യോ, കാറ്റ് ഭയങ്കര കാറ്റാണ് കേട്ടോ. അയ്യോ, അങ്ങോട്ട് നോക്കിയാൽ വ്യൂ ഉണ്ടോ? ഒരു രക്ഷയില്ല. ഞാൻ നേരത്തെ ഇവിടെ വരണം ഓർത്തിരിക്കുകയായിരുന്നു. ഞാൻ കണ്ടിട്ടുണ്ട് യൂട്യൂബിലൊക്കെ ഇതിൻ്റെ വീഡിയോയിൽ. അപ്പോൾ എനിക്കറിയാം ഇതിൻ്റെ വ്യൂവും പരിപാടിയൊക്കെ ഇങ്ങനെയൊക്കെ ആണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഇതെന്തായാലും കിടിലമായിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മൾ രാമക്കൽമേട് നിന്ന് കാണുന്നൊരു തരത്തിലുള്ള വ്യൂ അല്ല കേട്ടോ. ഭയങ്കര രസമുണ്ട്. കുറച്ചും കൂടി അടുത്താണ് എനിക്ക് തോന്നുന്നത്. ഈ വ്യൂ കുറച്ചും കൂടി അടുത്താണ്. തമിഴ്നാട് കുറച്ചും കൂടി അടുത്താണെന്ന് എനിക്ക് തോന്നുന്നത്. രാമക്കൽമേട് കുറച്ചുകൂടി മോളിൽ നിന്ന് ഭയങ്കര പൊക്കത്ത് നിന്നാണ് കാണുന്നത്. ഇത് നമുക്ക് കുറച്ചുകൂടി അടുത്ത് ആൾക്കാരൊക്കെ നടന്നു പോയാൽ നമുക്ക് കാണാൻ പറ്റുന്ന രീതിയിലാണ്. അത്രയും നമ്മൾ തമിഴ്നാടുമായിട്ട് അടുത്താണ് നിൽക്കുന്നത്, താഴ്ഭാഗമായിട്ട് കേട്ടോ. ജീപ്പൊക്കെ കയറി വരുന്നതാണ് കേട്ടോ. ഇങ്ങോട്ട് നോക്കി, കാറ്റാടി കിടന്ന് കറക്കം കണ്ടോ. ഞാനൊരു കാറ്റാടിയുടെ കീഴാലാണ് നിൽക്കുന്നത് കേട്ടോ. ഇത് കണ്ടോണേ, ഇങ്ങോട്ട് നോക്കി, കറക്കം കണ്ടോ. ഇവിടെ ഒരു കാറ്റാടിയുടെ അതിൻ്റെ മുകളിലത്തെ ജനറേറ്ററൊക്കെ കൊണ്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് കണ്ടോണേ, അതിൻ്റെ വലിപ്പം കണ്ടോണേ. ഇത് കണ്ടോ, ഈ സാധനം അതിൻ്റെ മുകളിലിരിക്കുന്നത് കേട്ടോ. കണ്ടോ, വണ്ടി കറക്കണ കണ്ടോ. ആണ്ടവർ പോയി. കൊള്ളാം പരിപാടി. ഇത് കണ്ടോ, ഇതാ കാറ്റാടിയുടെ തുമ്പത്തിരിക്കുന്ന സാധനം കേട്ടോ. ഈ സാധനം അതിന് മണ്ട കിടന്ന് കറങ്ങുന്നേ. ഇങ്ങോട്ട് നോക്കി, അത്രയും വലിപ്പമുള്ള സാധനം അതിൻ്റെ മണ്ടയിരുന്ന് കറങ്ങുന്നത്. അപ്പോൾ എന്നാ വലിപ്പമാണെന്ന് ആലോചിച്ച് നോക്കിയതിന്. ഇത് കണ്ടോ, ഇതാ അതിൻ്റെ ജനറേറ്റർ. ഇതാണ് അതിൻ്റെ മോട്ടർ കേട്ടോ. മോട്ടറിനകത്തെ കമ്പി ഉണ്ടോ, നമ്മൾ തിരിച്ചാൽ തിരിയത്തൊന്നുമില്ല. ഇതൊക്കെ പഴയതൊക്കെയാണെന്ന് തോന്നുന്നു കേട്ടോ. ഇത് കണ്ടോ, ഈ സാധനത്തിൻ്റെ വലിപ്പം കണ്ടോ. ഇത് കണ്ടോ, ഇതതിൻ്റെ ചിറക് ഇതിനകത്താണ് ഘടിപ്പിക്കുന്ന ചിറക്. ഇത് കണ്ടോ, ഇത്രയും വലിപ്പമുള്ള സാധനമാണ് കേട്ടോ. ഓ, ഇതെങ്ങനെ വലിച്ച് മോളിൽ കയറ്റി വെക്കാനോ. അടിപൊളി കേസ്. ഈ സാധനം അതിൻ്റെ പുറത്ത് ജനറേറ്റർ, ആ പുറലോട്ട് നീണ്ടിരിക്കുന്ന സാധനം കണ്ടോ, അതാണ് ഈ കിടക്കുന്ന സാധനം കണ്ടോ. നമുക്കതിന് മുകളിലോട്ടും കൂടി ഇത് പോയിട്ട് വരാം. മുകളിൽ കുറേ അടിപൊളി കാഴ്ചകളുണ്ട്. ഇതിനേക്കാളും അടിപൊളി വ്യൂ മുകളിലാണ്. ഇവിടെ ഒന്നും ആരും ജീപ്പിനൊന്നും വരുന്നതൊന്നും ഇവിടെ ഇറങ്ങുന്നേ ഇല്ല. മുകളിലോട്ട് പോവാം. ഇവിടെ പഴയ ലീഫ് കിടപ്പുണ്ട് കേട്ടോ. ലീഫ് ഞാനത് കാണിച്ചു തരാവേ. അതേ കിടക്കണം കേട്ടോ. കണ്ടോ എൻ്റെ വലിപ്പം കണ്ടോ. എൻ്റെ കൈ ഇത്രേ ഉള്ളൂ കണ്ടോ. ഇത് ആന പിടിച്ചാൽ പോലും പൊങ്ങത്തില്ല കേട്ടോ. ഇതൊക്കെ എങ്ങനെയാണ് അതിൻ്റെ മണ്ട കയറ്റി വെച്ചേക്കുന്നത് എനിക്കറിയാൻ പറ്റാത്ത കണ്ടോ. അതിൻ്റെ വലിപ്പം കണ്ടോ, ഭീകര വലിപ്പം കേട്ടോ. ഓ, ജീപ്പുകാർ വന്ന് താഴെ ഇട്ട് കറക്കുന്നുണ്ടോ നോക്കി. അതവരുടെ മെയിൻ ഒരു സ്പോട്ടാണെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. വിനോദസഞ്ചാരികളൊക്കെ അതിനകത്ത് ഭയങ്കര പേടിച്ചായിരിക്കുന്നത് കേട്ടോ. എന്നാലും കൊള്ളാം. ഇതെന്നാ തടിയൊക്കെയാണ് കേട്ടോ. തടിയാണോ ഇതെന്നാ ഇത്?
തടിയല്ല കേട്ടോ, ഇത് വേറെ ഏതാണ്ട് കേസ് കിട്ടാം. ഭയങ്കര ബലമുള്ള സാധനം കേട്ടോ. തടിയൊക്കെ പോലെ തന്നെ ഇതുണ്ടോ, ചേട്ടാ തടിയൊക്കെ പോലെ ഉണ്ടോ, ഇതുണ്ടോ? തടിയല്ല കേട്ടോ, അത് വേറെന്തോ തരം മെറ്റീരിയലാണ്. വലിയ വെയിറ്റ് കാണത്തില്ലായിരിക്കും ചിലപ്പോൾ ഇതിന്. ഇതുണ്ട്, ഇത് അങ്ങ് വരെ കിടക്കും കേട്ടോ. ഇത് കണ്ടോണേ, ഇതുണ്ടോ, ഇതിൻ്റെ അറ്റമേ അങ്ങോട്ടുണ്ട് കേട്ടോ, ഈ പുല്ലിനടിയിൽ കൂടെ അങ്ങോട്ടുണ്ട്. ജീപ്പിട്ട് കറക്കുന്നതിൻ്റെ ബഹളം അത്. ഈ സാധനം അവിടെ മുതൽ ഇങ്ങനെ അങ്ങോട്ട് കിടപ്പുണ്ട് കേട്ടോ, നല്ല നീളത്തിലുണ്ട് സാധനം. പക്ഷെ പുല്ലല്ല അതിൻ്റെ മണ്ട വന്ന് മൂടി. അപ്പോൾ അതാണ് സാധനം കേട്ടോ, ഈ കിടക്കുന്നതാണ് അതിൻ്റെ വലിയ ലീഫ് കേട്ടോ. ഇതൊരു സംഭവം, കാണേണ്ട സംഭവം തന്നെയാണ്. ഇത് നമുക്ക് അടുത്ത് നിന്ന് ഇത്ര അടുത്തായിട്ട് കാണാനൊക്കത്തില്ല. ഇതിങ്ങനെ മുകളിൽ കിടന്ന് കറങ്ങുന്നതല്ലേ നമ്മൾ കാണുന്നുള്ളൂ. അത് കാണേണ്ട ഒരു കാഴ്ചയാണ് കേട്ടോ ഇത്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളതൊന്ന് അടുത്ത് വന്ന് കാണിച്ചു തന്നെ. ഇത് കണ്ടോ, ഇതിൻ്റെ വലിപ്പം കണ്ടോ, ഇതിനകത്ത് വെറും പൊള്ളയാണ് കേട്ടോ, അകത്ത് വെറും പൊള്ളയാണ്. ഓക്കെ, നമുക്ക് മുകളിലോട്ട് പോവാം. കുഴപ്പമില്ല കേട്ടോ, കയറി പോകുന്നു. വണ്ടിക്ക് വെയിറ്റ് ഉള്ളതുകൊണ്ട് കറങ്ങത്തില്ലെന്നല്ല, ചില സമയത്തൊക്കെ വെയിറ്റ് നമ്മളെ രക്ഷിക്കാറുണ്ട്. അതൊക്കെ കയറിങ്ങി പോരും. ഗൈസ്, ഇതാണ് ഇതിൻ്റെ മെയിൻ സ്ഥലം കേട്ടോ. ഗൈസ്, ഇവിടെ നിന്ന് കഴിഞ്ഞാൽ അടിപൊളി കാഴ്ച കാണാം കേട്ടോ. നമുക്ക് അതിൻ്റെ മണ്ടലൊന്ന് പോയി കയറാം കേട്ടോ. അതിൻ്റെ മുകളിലാണ് മെയിൻ പരിപാടി. അവിടെ മുഴുവനും ആളാണ്. ഇച്ചിരി ടാസ്ക്കാണ് കേട്ടോ. എനിക്ക് തോന്നുന്നു ഇതിലെ കയറി പോകാതിരിക്കാൻ വേണ്ടി JCBക്ക് ഇത് ഇളക്കിയിട്ടേക്കും കേട്ടോ.
അപ്പോൾ ഇത് കേരളത്തിലല്ല കേട്ടോ ഇത് സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിലല്ല, ഇത് തമിഴ്നാടിൻ്റെ സ്ഥലമാണിത്. നമ്മൾ ഓർക്കും പക്ഷേ കേരളമാണെന്ന് ഓർക്കും, പക്ഷേ തമിഴ്നാടാണ് കേട്ടോ. അപ്പം അടിപൊളി, കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാറ്റ് വീശുന്നൊരു സ്ഥലവും കൂടിയാണിത് കേട്ടോ. നമ്മുടെ രാമക്കൽമേടും അതുപോലെ തന്നെ ഈ ചതുരംഗപ്പാറയും കേട്ടോ. ഇവിടെ രാമക്കൽമേടിൻ്റെ ഭാഗങ്ങളൊക്കെ കാണാം കേട്ടോ. അതാണ് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ചതുരംഗപ്പാറയുടെ കാഴ്ചകൾ കേട്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും ചതുരംഗപ്പാറ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ വരാം കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ വീഡിയോയും ചാനൽ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഇതുപോലുള്ള യാത്രാ വീഡിയോസും അതുപോലെ തന്നെ ബൈക്കിലുള്ള യാത്രകളും ഒക്കെയാണ് നമ്മുടെ കണ്ടൻറ്റ്. അപ്പം ഇത്തരത്തിലുള്ള കണ്ടൻറ്റുകളും യാത്രകളും ഒക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്ക്. ഇവിടെ നല്ല വീഡിയോസൊക്കെ